ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ലോഗ്. നമ്മൾ വന്നേക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചി തൃപ്പൂണിത്തറ ഭാഗത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ മോട്ടോ ഫാബ് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് നേരെ തൃപ്പൂണിത്തറയിലേക്കാണ് നമ്മുടെ ഈ ഷോപ്പ് റീലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതേ കണ്ട കുറച്ച് ബൈക്സ് ഫ്രണ്ടിൽ തന്നെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇതാണ് ഈ ഒരു സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ സംതിങ് സ്പെഷ്യൽ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. യെസ്, ഞാൻ എന്തായാലും കാണിച്ചു തരാം. കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ട കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയാം ഇവിടെയുള്ള വണ്ടികൾക്ക് കുറച്ചധികം സ്പെഷ്യാലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു 5 ബൈക്സിന് നല്ല സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ വണ്ടി നമ്പർ കണ്ടിട്ട് ഗസ്സി ആരാണ്, ഹൂ ഇസ് ദ ഓണർ, ഗസ് ദ ഓണർ. ഇതാണ് കയറി ചെല്ലുമ്പോഴുള്ള ഒരു സംഭവിച്ചത്. കയറി ചെല്ലുമ്പോൾ തന്നെ നിൽക്കണം മുതലുകൾ കണ്ട നിഞ്ച 300 വിത്ത് ആക്രപോയിച്ച് ഫുൾ എക്സോസ്റ്റ്. എൻ്റെ പൊന്നെ ഒന്നും പറയില്ല. പിന്നുള്ളത് ഒളിച്ചിരിക്കുന്ന ഒരു S1000RR ഫുൾ സർവീസിന് വന്നിട്ടുള്ള ഒരു ബൈക്കാണ്. ആൻഡ് ഇവിടെ ഒരു കവാസാക്കിൻ്റെ KX 450 ഒരു അഡ്വഞ്ചർ സീരീസ് ബൈക്കും കൂടി ഇരിക്കുന്നുണ്ട്. മോട്ടോ ക്രോസ് ബൈക്കാണ് എന്നുള്ളത്. തൊട്ടപ്പുറത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബൈക്ക് എന്ന് വെച്ചാൽ ടൂറിങ് ബൈക്കിലാണെങ്കിൽ ഒന്നും നോക്കാണ്ട് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്ത ബൈക്കാണ് ദ സെയിം ബൈക്ക്. രണ്ടാമത്തെ ചോദ്യം, ഗസ് ദ ഓണർ, വൺ ഓഫ് ദ ഫേമസ് പേഴ്സൺ, ഗസ് ദ ഓണർ. ഇതാണ് നമ്മുടെ സൂപ്പർ ബൈക്സ് റിപ്പയർ ചെയ്യാനുള്ളൊരു സ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ ബൈക്സ് മാത്രമായിട്ട് റിപ്പയറിങ്ങിനുള്ളൊരു സ്ലോട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കവാസാക്കിൻ്റെ KX 450 എന്ന് പറഞ്ഞ മോട്ടോ ക്രോസ് ബൈക്കാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പൊന്നി എന്താ സാധനം കവാസാക്കിൻ്റെ. അതിൻ്റെ എക്സോസ്റ്റ് തന്നെ ഉണ്ടോ, FMFൻ്റെ ഒരു എക്സോസ്റ്റ് വന്നിട്ട്. എക്സോസ്റ്റ് തന്നെയാണോ? അതെ. ഇവിടെ എന്ന് പറയുന്നത് വൺ ഓഫ് മൈ സ്പെഷ്യൽ ബൈക്ക്. ഞാൻ ഇവിടെ വരാനുള്ള രണ്ടാമത്തെ റീസൺ ഈ ഒരു ബൈക്കാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബൈക്കാണ്. മോജുവിൻ്റെ അങ്ങേറ്റം ബിൽഡ് ചെയ്ത് വെച്ചൊരു ബൈക്കാണ്. എനിക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാരുടെ വണ്ടിയാണെന്നുള്ളത്. യെസ്, നമ്മുടെ കൊച്ചി മച്ചാൻ്റെ ബൈക്കാണ്. ആൻഡ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കവാസാക്കിൻ്റെ നിഞ്ച 300 ഇൻലൈൻ ടു ബ്യൂട്ടിഫുൾ സൗണ്ടിങ് എക്സോസ്റ്റോടുകൂടി വന്നൊരു ബൈക്ക് ഇട്ടിരിക്കുന്നുണ്ട്. ആൻഡ് തൊട്ടപ്പുറത്ത് ലെജൻഡറി മുതലായിട്ടുള്ളൊരു ബൈക്കാണ് അപ്പുറത്തിരിക്കുന്നുണ്ട്. യെസ്, നമ്മുടെ S1000RR നമ്മുടെ അസമെട്രിക് ഹെഡ്ലൈറ്റൊക്കെ വെച്ച് വന്നിട്ടുള്ളത്. S1000RR വിത്ത് ആക്രാപോയിച്ച് ഷോട്ട്. എൻ്റെ പൊന്നെ. പിന്നെ ബേസിക്കലി ഈ ഒരു പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സൂപ്പർ ബൈക്സ് മെയിൻലി വർക്ക് ചെയ്യാനുള്ളൊരു സ്ലോട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തെ കമ്മ്യൂട്ട് ടൈപ്പ് ബൈക്സ് ആണെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ ഇതുപോലത്തെ സൂപ്പർ ബൈക്സ് മെയിൻലി പണിയാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മറക്കണ്ട, അവർ ലൊക്കേഷൻ മാറി ഇപ്പോൾ ഉള്ളത് നമ്മുടെ തൃപ്പൂണിത്തറ മിനി ബൈപ്പാസിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഇത് കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു ബൈക്കിനെ കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നിട്ടുള്ളത്. ആൻഡ് ഈ ബൈക്ക് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബൈക്കാണ് ഇത്, മോജോ. അപ്പോൾ ഇത് കാണാനും കൂടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ഇത്രയും ടൈം എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നത്. പിന്നെ നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് ഇവർ ഇങ്ങോട്ട് മാറിയിട്ട് അറൗണ്ട് 1 മന്ത് ആവണുള്ളൂ. അപ്പോൾ സ്റ്റിൽ ദ ഷോപ്പ് ഈസ് ഗെറ്റിംഗ് റിന്യൂഡ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആൻഡ് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഒരു നമ്മുടെ കമ്മ്യൂട്ടർ ബൈക്സൊക്കെ സർവീസ് ചെയ്യുന്ന സ്ഥലം. എല്ലാ ബൈക്സും നമ്മുടെ 750 വരെ എല്ലാ ബൈക്സും ഉണ്ട്. എൻജിൻ വർക്ക് തൊട്ടിട്ട് കംപ്ലീറ്റ് A to Z റീസ്റ്റോറേഷൻ വരെ ചെയ്യും നമ്മുടെ മോട്ടോ ഫാബിൽ. ഇതാണ് നമ്മുടെ റിപ്പയറിങ് പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവിധ വണ്ടികളുടെ റിപ്പയറിങ് നമ്മുടെ മോട്ടോ ഫാബ് ചെയ്ത് കൊടുക്കും. റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് വർക്ക് ചെയ്യും. എൻ്റെ കണ്ണു പോകുന്നത് ഈ ഒരു മുതലിൻ്റെ അടുത്തേക്കാണ്. ഒന്നും പറയാനില്ല, ഈ വണ്ടി സെല്ലിങ്ങിന് ഇട്ടേക്കാണ്. അറൗണ്ട് പ്രൈസൊക്കെ ജസ്റ്റ് ഇൻസ്റ്റാ ID ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇവരുടെ കംപ്ലീറ്റ് ലൊക്കേഷൻ നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലും അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും വണ്ടി റിപ്പയറിങ്ങിനാണെങ്കിലും ഏത് സർവീസിനാണെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. മോട്ടോ ഫാബിനെ കോൺടാക്ട് ചെയ്താൽ മതി, കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞൊരു ഷോപ്പിനെ പറ്റിയിട്ട് പറയാൻ. ഞാൻ മെയിനായിട്ട് വന്നേക്കണ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുതലിനെ കാണാനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മുതലിനെ കാണാനും കൂടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നിട്ടുള്ളത്. ആൻഡ് വന്നപ്പോൾ ഈ ഷോപ്പിനെ പറ്റി വീഡിയോ എടുക്കാണ്ട് പോകാനും തോന്നുന്നില്ല. അത്രയ്ക്ക് സ്പെഷ്യൽ ബൈക്സാണ് ഇവിടെ ഉള്ളത്. ആൻഡ് വർക്കൊക്കെ. ആൻഡ് ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ്, ചെറിയൊരു വ്ളോഗാണ്. ഒരു ട്രാവലിംഗ് വ്ളോഗായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. ട്രാവലിംഗ് വ്ളോഗിൽ ഞാൻ കണ്ടുമുട്ടിയ വണ്ടികളും ഒക്കെ പറ്റിയിട്ട് കുഞ്ഞൊരു വീഡിയോ. ആൻഡ് ഇത്രയുള്ള നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ.
അവിടെ ഒരു അഡ്വഞ്ചർ ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഓർഡർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറാണ് വന്നിട്ടുള്ളത്. അഡ്വഞ്ചർ 390 ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ബൈക്കൊക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ മോജോ മാത്രം ഉണ്ടാവുമെന്ന് വിചാരിച്ചുള്ളൂ, ബട്ട് ഈ ഒരു എക്സ്പൾസ് ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇത്രയും നമ്മുടെ കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോ ഫാബിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ തൃപ്പൂണിത്തറ മിനി ബൈപ്പാസിൻ്റെ അവിടെയാണ് ഈ ഒരു ഷോറൂം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദെൻ ബൈ.